ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ചീസ് സാൻഡ്വിച്ച് കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. എന്നിട്ട് അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ കൊടുക്കുക. കീപ് വാച്ചിങ്. ഞാനിവിടെ ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട് 4 ബ്രെഡ് എടുത്തിട്ടുണ്ട്, ചിക്കൻ പൊടിച്ചത് എടുത്തിട്ടുണ്ട്, ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, ടൊമാറ്റോ പേസ്റ്റ് എടുത്തിട്ടുണ്ട്, മൊസറല്ലയുടെ ചീസ് എടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ചേർവകൾ. ബ്രെഡിൻ്റെ സൈഡ് 4 കട്ട് ചെയ്തങ്ങ് മാറ്റുക. ഞാൻ 4 ബ്രെഡ് എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ആവശ്യമനുസരിച്ച് ബ്രെഡ് എടുക്കാം. ഞാനിപ്പോൾ ബ്രെഡിനെ ട്രയാങ്കിൾ ഷേപ്പിലാണ് വെട്ടിയെടുക്കുക. ഒരു ബൗൾ എടുത്ത് അതിൽ റെഡ് ക്യാപ്സിക്കം, യെല്ലോ ക്യാപ്സിക്കം, ഗ്രീൻ ക്യാപ്സിക്കം, തക്കാളി 3 മിക്സ് ചെയ്യാം. ഇതിലേക്ക് 3 ടീസ്പൂൺ ടൊമാറ്റോ പേസ്റ്റും ഇട്ട് മിക്സ് ചെയ്യാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ചിക്കൻ പൊടിച്ചത്, അതായത് നമ്മൾ കുരുമുളക് പൊടിയും ഉപ്പും കൂടിയിട്ട് വേവിച്ച് പൊടിച്ച് വെച്ച ചിക്കനാണ് ഇതിൽ മിക്സ് ചെയ്യുന്നത്. ഇതിലോട്ട് 1.5 ടീസ്പൂൺ രീതിയിൽ മയോണൈസും ഇട്ട് അതും നമ്മൾ മിക്സ് ചെയ്യാം. കാൽ ടീസ്പൂൺ കാശ്മീർ ചില്ലിയും ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ആ ബ്രെഡിൽ തന്നെ നമ്മളിത് ആഡ് ചെയ്ത് കൊടുക്കുക. മൊസറല്ലയുടെ ചീസും ഇതിലേക്ക് വിതറി കൊടുക്കുക. എന്നാൽ മറ്റൊരു ബ്രെഡ് അതിൻ്റെ മുകളിൽ വെച്ച് ഞാൻ അടുത്തൊരു ബ്രെഡ് എടുത്തിട്ടുണ്ട്, അതിലേക്കും ഇത് തന്നെ അങ്ങ് ഫില്ല് ചെയ്ത് മൊസറല്ലയുടെ ചീസ് വിതറി കൊടുക്കുക. എന്നിട്ട് മറ്റൊരു ബ്രെഡ് മുകളിൽ വെച്ച് അടുപ്പത്ത് ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഇത് വെച്ച് ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല, നമ്മൾ ചുമ്മാ ഒന്ന് അതുപോലെ ഫ്രൈ പാൻ വെച്ചിട്ട്. A few minutes later. ഞാനിപ്പം ഇത് റെഡിയായി. ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്, പിള്ളേർക്ക് പറ്റിയതാണ്. നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ടാണ് ഇത് നിങ്ങൾക്ക് ഇതിലോട്ട് ആഡ് ചെയ്യുന്നത്. നല്ല ക്രീമി ആയിട്ടുണ്ട്, പിള്ളേർക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം.